So, hello. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ഫെർമി സിസ്റ്റംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐഡിയൽ ഫെർമി സിസ്റ്റംസ് ഓക്കെ, സോ ഐഡിയൽ ഫെർമി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബോസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഐഡിയൽ ബോസ് ഗ്യാസ്, പിന്നെ തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ബോസ് ഗ്യാസ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ തുടങ്ങിയിട്ടുള്ള ഫിനോമിനാസ് ഒക്കെ എന്ത് ചെയ്തു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു ബോസിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഡെറിവേഷൻസും ഇക്വേഷൻസും ഒക്കെ തന്നെയാണ് നമുക്ക് ഫെർമി സിസ്റ്റത്തിലും കിട്ടുക. അപ്പോൾ ഇതിനും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയൽ ഫെർമി ഗ്യാസിന്റെ തെർമോഡൈനാമിക്സ് കണ്ടുപിടിക്കാം. പിന്നീട് അതിന്റെ 2 എക്സാമ്പിൾസ് ആണ്, ഒരു പാരാമാഗ്നറ്റിസത്തിന്റെയും ഒരു ഡയാമാഗ്നറ്റിസത്തിന്റെയും ഒരു ചെറിയ 2 എക്സാമ്പിൾസും കൂടി ഡിസ്കസ് ചെയ്ത് അത്രേ ഒരു മൊഡ്യൂളാണ് ഫെർമി സിസ്റ്റം ഉള്ളത്. ഓക്കെ, സോ ഐഡിയൽ ബോസ് ഗ്യാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഐഡിയൽ ബോസ് ഗ്യാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമിലർ ആണ്, വളരെ സിമിലർ ആണ്, ഡെറിവേഷൻസ് ആണ്, സിമിലർ സ്റ്റെപ്പുകളാണ്, ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവിടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ബോസ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഇവിടെ നമുക്ക് ഫെർമി ഫംഗ്ഷൻസിന്റെ ടേംസിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ 1-2 ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ, ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു ഫെർമി സിസ്റ്റത്തിന്റെ തെർമോഡൈനാമിക്സ് നമുക്ക് ഡെറൈവ് ചെയ്യാം. സോ thermodynamics of ideal Fermi gas. Okay, so thermodynamics of ideal Fermi gas. ഒരു ഐഡിയൽ ഫെർമി ഗ്യാസിന്റെ തെർമോഡൈനാമിക്സ് എന്ത് ചെയ്യാം, നമുക്ക് ഡിറൈവ് ചെയ്യാം. അപ്പോൾ നേരത്തെ ബോസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഐഡിയൽ ഫെർമി ഗ്യാസിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു ഐഡിയൽ ഫെർമി ഗ്യാസിനെ എന്ത് ചെയ്യാം, നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ യൂഷ്വൽ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ തന്നെയാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്യൂ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒക്യുപ്പേഷൻ നമ്പറിന്റെ ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ബോസ് സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മളെ ക്യൂ പൊട്ടൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യൂ പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി PV/KT എന്ന PV/KT is equal to 1/A summation over E log 1 plus A Z e raised to minus beta E ആണ് നമ്മളെ ജനറൽ ഇക്വേഷൻ വരിക. ഫോർ ഫെർമി ഗ്യാസ് ആകുമ്പോൾ എയുടെ വാല്യൂ എന്ത് വരും, 1 വരും. സോ ക്യൂ പൊട്ടൻഷ്യലിന്റെ വാല്യൂ വരിക എന്താണ്, ക്യൂ പൊട്ടൻഷ്യൽ വാല്യൂ വരിക സമ്മേഷൻ ഓവർ എനർജി ലോഗ് 1 പ്ലസ് Z e raised to minus beta E. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് വരിക, നമ്മളെ ക്യൂ പൊട്ടൻഷ്യൽ ഇക്വേഷൻ വരിക. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമുക്കറിയാം നമ്മളെ ഒക്യുപ്പേഷൻ നമ്പറിന്റെ വാല്യൂ, occupation number n epsilon will be equal to എന്തായിരുന്നു 1 by exponential e raised to e minus mu by kt plus 1 ആണ് നമ്മൾ ജനറലി നമ്മൾ ഒക്യുപ്പേഷൻ നമ്പർ എഴുതാറ്. അതിനെ z ന്റെ ടേംസിൽ ഫുഗാസിറ്റിയുടെ ടേംസിൽ എഴുതുമ്പോൾ അതെങ്ങനെ വരും, 1 by z raised to minus 1 e raised to beta e plus 1 വരും. ഓക്കെ, e raised to beta e plus 1. z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, e raised to minus mu by kt ആണ്, e raised to minus mu by kt ആണ്. സോ മൈനസ് 1 വരുമ്പോൾ e raised to mu by kt വരും. സോ അത് ചെയ്യുമ്പോൾ വരും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, ബീറ്റ എന്ന് പറഞ്ഞാൽ 1/KT ആണ്. ഓക്കെ, ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സമ്മേഷൻ ഓഫ് ഒക്യുപ്പേഷൻ നമ്പറിന്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. സോ ഇതെന്ത് വരും, ഇറ്റ് വിൽ ബി സമ്മേഷൻ ഓവർ ഓൾ ദി എനർജീസ് 1 by z inverse e raised to beta e plus 1 വരും. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ നമ്മൾ ക്യൂ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എടുത്തു, അതേപോലെ തന്നെ നമ്മൾ എന്തെടുത്തു, നമ്മുടെ ഒക്യുപ്പേഷൻ നമ്പറും അതേപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഐഡിയൽ ബോസ് ഗ്യാസ് സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ക്യൂ പൊട്ടൻഷ്യൽ എഴുതി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എഴുതും, ഇനി P/KT N/V അങ്ങനെ ഓരോ ടേംസ് കണ്ടുപിടിക്കും. പിന്നെ തെർമോഡൈനാമിക്സ് എടുക്കും, സെയിം സ്റ്റെപ്പുകളായിട്ട് തന്നെ പോകുന്നത്. ദി ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബോസ് ഗ്യാസ് ആൻഡ് ഫെർമി ഗ്യാസ്, ബോസ് ഗ്യാസും ഫെർമി ഗ്യാസും തമ്മിലുള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ് നമ്മൾ 3rd ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ബോസ് സിസ്റ്റം, എന്താണ് ഫെർമി സിസ്റ്റം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3rd ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻ ടേംസ് ഓഫ് ഫുഗാസിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ബോസ് സിസ്റ്റത്തിൽ ഫുഗാസിറ്റിയുടെ വാല്യൂ, സെഡിന്റെ വാല്യൂ വരുന്നത് ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ് വന്നിരുന്നത്. ഓക്കെ,
അതിന്റെ ബോസിസ്റ്റത്തിൽ സെഡിന്റെ വാല്യൂ വരുന്നത് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ്. അതായത് സീറോന്റെ സെഡിന്റെ വാല്യൂവിന് എന്ത് വരികയായിരുന്നു, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ഫെർമി സിസ്റ്റത്തിലേക്ക് എത്തുകയാണെങ്കിൽ ദർ ഈസ് നോ സച്ച് റെസ്ട്രിക്ഷൻ ഓൺ ഫുഗാസിറ്റി. ഫുഗാസിറ്റിയുടെ മേലെ എന്തില്ല, ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. ദറ്റ് ഈസ് ഫെർമി സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഫുഗാസിറ്റിയുടെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂസ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഫുഗാസിറ്റി സെഡിന് എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഐഡിയൽ ബോസ് ഗ്യാസും ഐഡിയൽ ഫെർമി ഗ്യാസും തമ്മിലുള്ള ഒരു വ്യത്യാസം. അവിടെ ഫുഗാസിറ്റിയുടെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടയ്ക്ക് നമ്മൾ ഓരോ ഡിഫറെന്റ് കേസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 0ന്റെയും 1ന്റെയും ഇടയിലാണ് എന്ത് വരുന്നത്, അവിടെ ഫുഗാസിറ്റിയുടെ വാല്യൂ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഫെർമി സിസ്റ്റത്തിൽ വരുമ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂസും എന്ത് ചെയ്യാൻ പറ്റും, ഫുഗാസിറ്റിക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബോസ് സിസ്റ്റത്തിൽ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഒരു പെർട്ടിക്കുലർ ലെവലിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് മേലെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെന്നില്ല അല്ലെ. അതാണ് ബോസും ഫെർമി നമ്മൾ ഫണ്ടമെന്റൽ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഫെർമിയിൽ ഒരു സിസ്റ്റത്തിൽ ഒരു ലെവലിൽ ഒന്നെങ്കിൽ 1 ആയിരിക്കാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ എന്തായിരിക്കാം 0 ആയിരിക്കാം. ബോസിലാണെങ്കിൽ എന്തില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനും ഏത് ലെവലിലും എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അക്വയർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് അവിടെ എന്ത് ഫിനോമിന വന്നത്, അവിടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഫിനോമിന വരുന്നത്. പക്ഷേ ഫെർമി സിസ്റ്റത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ. ഓരോ ലെവലിലും ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 മാത്രമേ പറ്റുള്ളൂ ഫെർമി സിസ്റ്റത്തിൽ പാർട്ടിക്കിൾസിനെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഫിനോമിന ഇവിടെ പോസിബിൾ അല്ല, ഫെർമി സിസ്റ്റത്തിൽ പോസിബിൾ അല്ല. ഓക്കെ, കാരണം ഒരു സിസ്റ്റത്തിൽ ഒരു ലെവലിൽ എന്തുള്ളൂ, ഒന്നെങ്കിൽ 1 പാർട്ടിക്കിൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇല്ലാത്ത അവസ്ഥ, അല്ലാതെ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിസ്റ്റത്തിൽ അക്വയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ഉണ്ടായിരിക്കില്ല. സോ നോ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ, നോ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ, നോ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. സോ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഫിനോമിന ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ടു ബോസ് ഗ്യാസസ്. ബോസ് ഗ്യാസസിന് മാത്രം നടക്കുന്ന ഒരു ഫിനോമിനയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. ഫെർമി സിസ്റ്റത്തിൽ എത്തുന്നില്ല, അങ്ങനെ പ്രശ്നം വരുന്നില്ല. ഓക്കെ, അങ്ങനെ പ്രശ്നം വരുന്നില്ല. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഡെറിവേഷൻ നമുക്ക് സെയിം ഡെറിവേഷൻ തന്നെ പോവാണ്. അതായത് ഈ രണ്ട് ഇക്വേഷൻസ്, ഇപ്പൊ ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസ് നോക്കുകയാണെങ്കിലും ഈ PV/kTയുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിലും അവിടെ രണ്ടിടത്തുന്നുണ്ട് സമ്മേഷൻ ഉണ്ട്, സമ്മേഷൻ കിടക്കുന്നുണ്ട്. പക്ഷേ ലാർജ് വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ കൺസിഡറിങ് ലാർജ് വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റീപ്ലേസ് ദി സമ്മേഷൻ വിത്ത് ഇന്റഗ്രേഷൻ. സമ്മേഷൻ എന്ത് മാറ്റാൻ പറ്റും, നമുക്ക് ഇന്റഗ്രേഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. സോ സമ്മേഷൻ ചേഞ്ചസ് ടു 0 to ഇൻഫിനിറ്റി. പിന്നെ ആ ടേം ഇവിടെ എന്താണോ ടേം ഉണ്ടാവും. പിന്നെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും, G(d) ഉണ്ടായിരിക്കും. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിന്റെ വാല്യൂ നമ്മൾ കുറെ തവണ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. G(d) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2πv/h³ 2m⁻³ e⁻²(1/2)de. നമ്മൾ പലവട്ടം നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. സോ G(d) ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിന് എന്താ വരിക, ഈ ഫോം ആണ് കയറി വരിക. ഓക്കെ, ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ എവിടെയും ചെയ്തത്, നമ്മൾ ബോസ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിട്ടായിരുന്നു, ഒരു വ്യത്യാസമില്ല. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ്, ഇക്വേഷൻ 1നും ഇക്വേഷൻ 2നും എന്ത് ചെയ്യുക, ഈ ഇന്റഗ്രേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാറ്റി എഴുതാം. ഓക്കെ, സോ ഇക്വേഷൻ 1 ചേഞ്ചസ് ആസ്, ഇക്വേഷൻ 1 എങ്ങനെ മാറും, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q is equal to PV/kT, ആണ്. Which will be equal to സമ്മേഷൻ മാറിയിട്ട് എന്ത് വരും, ഇന്റഗ്രൽ വരും. സോ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി, പിന്നെ ലോഗിന് ടേം വന്നു, ഇറ്റ് ഈസ് log 1 plus z e⁻⁻βe. Now G(d) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πv/h³ 2m⁻³ e⁻²1/2de. ഇതേ സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ മറ്റേതിലും ചെയ്തിരുന്നത്, നമ്മൾ ബോസ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പം എന്തൊക്കെ കോൺസ്റ്റന്റ് ആണ്, ഈ 2πv 2m⁻³ ഒക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ആ ടേം നമുക്ക് പുറത്ത് കൊടുക്കാം. which will be equal to 2πv/h³ 2m⁻³/2. Now integral 0 to infinity ലോഗിന് ടേം ഉണ്ട്. സോ log 1 plus z e⁻⁻βe into e⁻²1/2de. ഓക്കെ, സോ ആ ടേം വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. സോ പുറത്ത് ഓൾറെഡി എന്തുണ്ട്, പുറത്ത് ഓൾറെഡി 2πv/h³ 2m⁻³ ഉണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ടും ഇതിനെ നമുക്ക് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കാം. സോ ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അറിയാവുന്നതാണ്.
So into first term into, so first term into log 1 plus z e raised to minus beta e into integral of second, so e raised to second term അല്ലേ. So e raised to 1 by 2 e raised to 1 by 2 integrate ചെയ്യുമ്പോൾ വരും e raised to 3 by 2 divided by 3 by 2. Okay, now integrated limit is from 0 to infinity കൊടുത്തു minus integral of derivative first വരുമ്പോൾ log in derivative is 1 by 1 plus z e raised to minus beta e into ഈ ലോഗിൻ്റെ ഉള്ളിലത്തെ ചെയ്യുമ്പോൾ z ഉണ്ട്, z എക്സ്പോണൻഷ്യൽ ചെയ്യുമ്പോൾ z e raised to minus beta e into with respect to e അല്ല നമ്മൾ ചെയ്യുന്നത്, with respect to e ചെയ്യുമ്പോൾ ബാക്കി എന്ത് വരും, ഒരു മൈനസ് ബീറ്റ വരും. ഓക്കെ, e raised to 1 by 2 നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും e raised to 3 by 2 by 3 by 2. Okay, and d കിട്ടും. Okay, so which will be equal to 2 pi v by h cube 2m raised to 3 by 2. Now look at the first term നോക്കാം. ഫസ്റ്റ് ടേം നോക്കുമ്പോൾ നമ്മൾ ലോവർ ലിമിറ്റ് 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 0 വരും, സോ കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകും. അപ്പർ ലിമിറ്റ് നമ്മൾ ഈക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊരു ഇൻഫിനിറ്റി വരും, സോ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് 0, സോ ലോഗ് 1 വരും, ലോഗ് 1 ഈസ് 0. സോ ഫസ്റ്റ് ടേം കംപ്ലീറ്റ്ലി എന്ത് പോകും, അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലും ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇത് എന്ത് പോയിട്ട് പോകും, 0 ആയിട്ട് പോകും. സോ 0 മൈനസ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ഇവിടെ നമുക്ക് we can give this മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആവും, ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആവും. ഇവിടെ ബീറ്റ ഉണ്ട്, ഇവിടെ 2/3 എടുക്കുന്നുണ്ട് അല്ലേ, ഇവിടെ 2/3 എടുക്കുന്നത് 3/2 എടുക്കുന്നുണ്ട്. സോ അത് തല തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2/3 ആയിട്ട് മാറും, 2/3 ആയിട്ട് മാറും. ആൻഡ് ഈ ബീറ്റും കോൺസ്റ്റന്റ് അല്ലേ, ആ ബീറ്റിനെ നമുക്ക് എടുത്ത് പുറത്തിടാൻ പറ്റും. ആൻഡ് ബാക്കി വരുന്നത് ഇൻ്റഗ്രൽ 0 to infinity, പിന്നെ z e raised to minus beta ഉണ്ട്, z e raised to minus beta e divided by 1 plus z e raised to minus beta e, ഇവിടെ e raised to 3 by 2 ഉണ്ട്, e raised to 3 by 2 de. Okay, e raised to 3 by 2 de. So which will be equal to, so first term നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. Now first term ഈ പുറത്തെ ടേമിൻ്റെ ഇത് ചെയ്യാം നമുക്ക്. സോ 2 into 2 4 വരും, സോ 4 pi v divided by 3h cube into beta into integral 0 to infinity. സോ നമുക്ക് മുകളിലും താഴ്ത്തും, ഈ ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലും താഴ്ത്തും z e raised to minus beta e ഡിവൈഡ് ചെയ്യാം. സോ ന്യൂമറേറ്റർ ആയിട്ട് പോകും 1 ആയിട്ട് പോകും അല്ലേ, z e raised to minus beta e divided by z e raised to minus beta e 1 ആയിട്ട് പോകും. ഇവിടെ 1 by z e raised to minus beta e വരും, അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ z e raised to beta e വരും. സോ മുകളിൽ ന്യൂമറേറ്റർ 1 ആയി പോയി, ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് ടേം എന്തായിട്ട് വരും, z e raised to beta e ആയിട്ട് വരും. ഓക്കെ, നൗ സെക്കൻഡ് ടേം എന്തായിട്ട് പോകും, 1 ആയിട്ട് പോകും. ഓക്കെ, നൗ e raised to 3 by 2 ഉണ്ട്, സോ മാറ്റി e raised to 3 by 2 de. ഓക്കെ, e raised to 3 by 2 de ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നത് വരെ അല്ലേ. നൗ അതിനെ വൃത്തിക്ക് എഴുതാം. സോ 4 pi v by 3h cube, 4 pi v by 3h cube, 4 pi v by 3h cube. നമുക്ക് ബീറ്റിനൊക്കെ എഴുതാം, ബീറ്റിന് നമുക്ക് 1 by kt, 1 by kt, ബീറ്റിന് 1 by kt കൊടുക്കാം അല്ലേ, ബീറ്റ് എടുക്കട്ടെ. ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity e raised to 3 by 2 divided by z e raised to beta e plus 1 de, z e raised to beta 1 de. ഓക്കെ, actually ബീറ്റിൻ്റെ ഉള്ളിൽ എടുക്കേണ്ടി വരും. ഓക്കെ, ബീറ്റിന് നമുക്ക് ഉള്ളിൽ എടുക്കാം. ഓക്കെ, ബീറ്റ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ let us put beta e is equal to x കൊടുക്കാം, beta e equal to x കൊടുക്കാം. സോ ബീറ്റ ഇ ഈക്വൽ ടു എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഡി ഇ എന്ത് വരും, ഇ ഈക്വൽ ടു എക്സ് ബൈ ബീറ്റ വരും, ഈക്വൽ ടു എക്സ് ബൈ ബീറ്റ വരും. സോ ഡി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ബീറ്റ.
d is equal to dx by beta വരും. And ഇവിടെ e raised to 3 by 2 അല്ലേ, and e raised to 3 by 2 എന്ത് വരും, e raised to 3 by 2 will be x raised to 3 by 2 divided by beta raised to 3 by 2 വരും. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ആക്ച്വലി പി വി ബൈ കെ ടി, ഇവിടെ പി വി ബൈ കെ ടി സി വി ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ, അതിന് ആവശ്യമില്ല. സോ പി ബൈ കെ ടി, so p by kt will be equal to 4 pi divided by 3h cube into integral 0 to limiting മാറ്റമൊന്നും വരില്ല, കാരണം ബീറ്റക്ക് 0 to 0 ഇൻഫിനിറ്റി കൊടുത്ത് ഇൻഫിനിറ്റി വരും. ഓക്കെ, integral 0 to infinity. Now e raised to 3 by 2 വരുന്ന കൊടുക്കാം, e ടേം കൊടുക്കാം. So x raised to 3 by 2 divided by beta raised to 3 by 2. Now denominator ഉണ്ട്, denominator എന്ത് വരും, z raised to x plus 1, z raised to plus 1 okay, z raised to plus 1. ആക്ച്വലി ഇവിടെ z raised to minus 1 ഇല്ലേ, കാരണം നമ്മൾ 1 by z raised to beta ഈ മുകളിൽ കിടക്കുമ്പോൾ z raised to minus 1 e raised to beta വരും. സോ z raised to minus 1 e raised to x plus 1. പിന്നെ എന്താ വരുന്നത്, ബീറ്റ ബീറ്റ കിടക്കട്ടെ. Now d കൊടുത്തു dx by beta കൊടുത്തു, dx by beta. So beta cancel ചെയ്ത് പോയി. Okay, so beta cancel ചെയ്ത് പോയി. So it will be equal to നമ്മൾ എന്തെങ്കിലും ടേം ഇട്ട് പോയിട്ടുണ്ടോ, ഈ ടേം എന്ത് ചെയ്യും, ആ ടേം എഴുതാൻ പറഞ്ഞു അല്ലേ. സോ ദർ ഈസ് എ 2m, ഈ ടേം ഉണ്ട് അവിടെ. സോ ഇവിടെ ഒരു 2m raised to 3 by 2 ഉണ്ട്. ഓക്കെ, സോ ഇത് മാറ്റിയെടുക്കാം. സോ ആ ടേമിനൊക്കെ ഒന്ന് മാറ്റിയെഴുതാം. സോ ഇവിടെ 2m raised to 3 by 2 ഉണ്ട് കേട്ടോ, 2m raised to 3 by 2 ഉണ്ട്. സോ ദിസ് വിൽ ബി equal to 4 pi v divided by 3h cube into 2m raised to 3 by 2 into integral 0 to infinity. Now e raised to 3 by 2 is this term. So x raised to 3 by 2 divided by beta raised to 3 by 2. താഴത്ത് ഓൾറെഡി എന്തുണ്ട്, താഴത്ത് ഓൾറെഡി ഈ ടേം ഉണ്ട്. സോ z inverse e raised to beta e plus 1 ഉണ്ട് ഓൾറെഡി ഇവിടെ. ഓക്കെ, നൗ പിന്നെന്തുണ്ട്, ഒരു ബീറ്റ എടുക്കുന്നുണ്ട്. സോ ബീറ്റ, നൗ ഡിക്ക് പകരം കൊടുത്തു dx by beta കൊടുത്തു, dx by beta കൊടുത്തു. സോ ബീറ്റ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. ബീറ്റ റേഷ്യോ 3 by 2 നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, നൗ നമുക്ക് ബി ക്യാൻസൽ ചെയ്ത് പോയില്ലേ, 4 pi by 3h cube മുകളിലൊരു 2m raised to 3 by 2 ഉണ്ട്, ഡിവൈഡ് ബൈ beta raised to 3 by 2 പുറത്തേക്ക് വന്നു. Now integral 0 to infinity x raised to 3 by 2, x raised to 3 by 2 divided by z raised to minus 1 e raised to beta, ഈ നമുക്ക് x കൊടുത്തു, e raised to beta equal നമ്മൾ x കൊടുത്തു, e raised to beta equal x കൊടുത്തു plus 1 and dx കൊടുത്തു, so which can be written as now beta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by kt ആണ്, ബീറ്റ 1 by kt ആണ്. സോ 1 by kt വരുമ്പോൾ ആ kt 1 by kt റേഷ്യോ 3 by 2 വരും. ആ kt റേഷ്യോ 3 by 2 എന്ത് പോകും, ഇതിനുള്ളിലേക്ക് പോകും. ഓക്കെ, ഇതിനുള്ളിലേക്ക് പോകും. നൗ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ താഴത്തെ ഒരു റൂട്ട് പൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൂട്ട് പൈ എന്ത് വരും, അല്ല റൂട്ട് പൈ എന്ത് വരും, പൈ റേസ് ടു 3 by 2 ആയിട്ട് പോകും. ഓക്കെ, ആ പൈ റേസ് ടു 3 by 2 ഇതിനുള്ളിലേക്ക് എടുക്കാം. ഓക്കെ, സോ ബീറ്റ റേഷ്യോ 3 by 2 പറഞ്ഞു കഴിഞ്ഞാൽ 1 by kt റേഷ്യോ 3 by 2 ആണ്. ആ kt റേഷ്യോ 3 by 2 ഇതിനുള്ളിൽ കൊടുത്തു. മുകളിലും താഴത്തെ റൂട്ട് പൈ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റൂട്ട് പൈ, ഇവിടെ പൈ വരും, പൈ റേഷ്യോ 3 by 2 വരും. ആ പൈനെ ഇതിനുള്ളിൽ കൊടുക്കാം. സോ ബാക്കി എന്ത് വരും, സോ 4 ഉണ്ടാവും മുകളിൽ, താഴത്തെ ഒരു 3 ഉണ്ടാവും, പിന്നെ ഒരു റൂട്ട് പൈ ഉണ്ടാവും. മുകളിൽ 2 pi m kt റേസ് ടു 3 by 2 വരും. താഴത്തെ എന്ത് വരും, ഇവിടെ h ക്യൂബ് എടുക്കുന്നുണ്ട്, Now integral 0 to infinity
x raised to 3 by 2 divided by z raised to minus 1 e raised to beta e plus 1 dx കിട്ടും. ഓക്കെ, നൗ ദിസ് ടേം, ആ ടേം നമുക്കറിയാം എന്താണ്, ഇത് നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഡി ബ്രോഗ്ലി തെർമൽ വേവ് ലെങ്ത്, തെർമൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. ദറ്റ് ഈസ് 1 by lambda cube ആണ് അല്ലെ. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഈസ് h by root of 2 pi m k t ആണ്. h by 2 pi 2 pi m k t ആണ്. ഇതിന്റെ ക്യൂബ് എടുത്തതാണ് ഈ സാധനം എടുക്കുന്നത്. ഓക്കെ, which can be written as 4 by 3 root pi 4 by 3 root pi into 1 by lambda cube into integral 0 to infinity x raised to 3 by 2 divided by z raised to minus 1 e raised to x plus 1 e raised to x plus 1 dx e raised to x plus 1 dx നമുക്ക് കിട്ടി. Okay, now let this be equation number 3 അല്ലേ ഇനി കൊടുക്കുന്നത്, equation number 3 കൊടുക്കാം നമുക്ക്. Okay, so നമുക്ക് എന്ത് കിട്ടി, p by kt ക്ക് നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു ഫോമിലേക്ക് എന്ത് ചെയ്തു നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, നൗ നമ്മൾ ഏകദേശം ബോസിലും ഇതേപോലത്തെ ഇക്വേഷൻ ഒക്കെ തന്നെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വി ഡിഫൈൻ ബോസ് ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ചെയ്തത്. ബോസ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാണ് നമ്മൾ അവിടെ ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഫെർമി ഡിറാക് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യുക. വി ഡിഫൈൻ എ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് കോൾഡ് ഫെർമി ഡിറാക് ഫംഗ്ഷൻസ്. ഫെർമി ഡിറാക് ഫംഗ്ഷൻസ് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യുക. Fermi Dirac function is given by f mu of z. F mu of z ആണ് കൊടുക്കുന്നത്, which will be equal to 1 by gamma of mu integral 0 to infinity x raised to mu minus 1 divided by z raised to minus 1 e raised to x plus 1 dx. Okay, ഇതാണ് എന്ത് വരിക, നമ്മളെ Fermi Dirac function വരിക. Let this be equation number 5. Equation number 5 കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് വരിക, നമ്മളെ ഫെർമി ഡിറാക് ഫംഗ്ഷൻ വരിക. നൗ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇതിന് എക്സ്പാൻഷൻ നിങ്ങളെ ടെക്സ്റ്റിൽ ഉണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല ആക്ച്വലി. എക്സ്പാൻഡ് ചെയ്ത ഫോം മാത്രം മതി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്പാൻഡഡ് ഫോം നമുക്ക് കിട്ടും. എക്സ്പാൻഡഡ് ഫോം എഫ് mu ഓഫ് z will be equal to z minus z square by 2 raised to mu plus z cube by 3 raised to mu minus etc. അങ്ങനെയാണ് പോവുക. This be equation number 6. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോസ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ബോസ് ഐൻസ്റ്റീൻ ഫംഗ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനൊരു ഫോം ഉണ്ടായിരുന്നു. നമ്മളതിനെ എന്താ കൊടുക്കുക, നമ്മൾ ജിയും ബിയും എന്തുമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ജിയോ ബി അങ്ങനെ കൊടുത്തിരുന്നു ബോസ് ഐൻസ്റ്റീൻ ഫംഗ്ഷൻസിനെ. ഓക്കെ, ജി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ജി മ്യൂ ഓഫ് സെഡ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിന് നമ്മൾ ഫംഗ്ഷന്റെ ഫോം ജി മ്യൂ ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 1 by gamma of mu integral 0 to infinity x raised to mu minus 1 divided by z raised to minus 1 e raised to x minus 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഫെർമി ഡിറാക് ആകുമ്പോൾ പ്ലസ് 1 വരും, ബോസ് ഐൻസ്റ്റീൻ ഫംഗ്ഷൻ ആകുമ്പോൾ വന്നിരുന്നു മൈനസ് 1 വരും. മാത്രമല്ല അതിന്റെ എക്സ്പാൻഡഡ് ഫോമിൽ, ബോസ് ഐൻസ്റ്റീൻ ഫംഗ്ഷന്റെ എക്സ്പാൻഡ് ഫോമിലും കംപ്ലീറ്റ് പ്ലസ് ആയിരുന്നു, എല്ലാ ടേംസും പ്ലസ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ വരുന്നത്, ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് ആയിരുന്നു. ആദ്യ ടേം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, അങ്ങനെയാണ് വരിക. ഓക്കെ, അതാണ് ബോസ് ഐൻസ്റ്റീൻ ഫംഗ്ഷന്റെയും ഫെർമി ഡിറാക് ഫംഗ്ഷന്റെയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. എല്ലാ ഇക്വേഷൻസിനും നമുക്ക് ഇതേപോലെ തന്നെയാണ്, ചെറിയ ഡിഫറൻസുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് വരുള്ളൂ. ഓക്കെ, നൗ ഫ്രം 5 നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫ്രം 5 നമുക്ക് f5/2 ഓഫ് z കണ്ടുപിടിക്കാം. f5/2 ഓഫ് z കണ്ടുപിടിക്കാം. അതായത് മ്യൂക്ക് എന്ത് കൊടുക്കുക, 5/2 കൊടുക്കുക. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 by gamma 5/2 x raised to 5/2 minus 1. 5/2 minus 1 is x raised to 3/2. Now integral 0 to infinity. X raised to 3/2 divided by z raised to minus 1 e raised to x plus 1 dx നമുക്ക് കിട്ടും. ഓക്കെ, e raised to dx കിട്ടും. സോ ഈ ഇന്റഗ്രൽ മാത്രം നിർത്താം, ബാക്കി അതിനപ്പുറത്ത് കിടക്കുക. സോ നമുക്ക് കിട്ടും, സോ ഇന്റഗ്രൽ 0 to infinity x raised to 3/2 divided by z raised to minus 1 e raised to x plus 1 dx is equal to, ഈ ഗാമ ഫംഗ്ഷൻ ഇപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, it will be f5/2 of z into gamma of 5/2 എഴുതാൻ പറ്റും. Okay, and this is equation number 7 ആയിട്ട് കൊടുക്കാം. Okay, now compare equation 7 and equation 3. equation 3 കമ്പയർ ചെയ്യാം. ഓക്കെ, now ഇതേ ഇന്റഗ്രൽ ആണ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്,
ഇതേ ഇന്റഗ്രലാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത് f(5/2) of z into gamma 5/2 നമുക്ക് കിട്ടിയുള്ളത്. ഓക്കെ, സോ ഇക്വേഷൻ 3ലെ ഈ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ 3ലെ ആ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഈ ഫംഗ്ഷൻ വെച്ചിട്ട്, ഈ സാധനം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. therefore equation 3 changes as എന്ത് വരും? p/kt is equal to ഓൾറെഡി ഒരു 4/3 റൂട്ട് പൈ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 1/λ³ ഉണ്ട്, പിന്നെ ഇന്റഗ്രൽ വന്നിരുന്നത്. ഇന്റഗ്രൽ പകരം കൊടുക്കാം, ഇത് കൊടുക്കാം, ദാറ്റ് ഈസ് f(5/2) of z into gamma of 5/2. Okay, so which will be equal to 4/3 root pi into 1/λ³ f(5/2) of z. Now gamma 5/2 നമുക്ക് വാല്യൂ എന്താണ്? That is 3/4 root pi. 3/4 root pi ആണ് വരിക ഗാമ 5/2 വാല്യൂ വരിക. സോ 3 root pi ക്യാൻസൽ ചെയ്യാം. therefore നമുക്ക് എന്ത് കിട്ടും? p/kt is equal to f(5/2) of z divided by λ³. ഇതാണ് നമുക്ക് കിട്ടുക, f(5/2) of z divided by λ³. ഇതാണ് നമുക്ക് കിട്ടുന്നത് p/kt വാല്യൂ. ഓക്കെ, നൗ നമുക്ക് ഇതേ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് ബോസ്-ഐൻസ്റ്റീൻ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടിയത്. അവിടെ എന്തായിരുന്നു? ബോസ് ഫംഗ്ഷൻ ആയിരുന്നു മാത്രം വ്യത്യാസം, ബോസ്-ഐൻസ്റ്റീൻ ഫംഗ്ഷൻ ആയിരുന്നു മാത്രം വ്യത്യാസം. അവിടെ p/kt നമുക്ക് കിട്ടിയത് g(5/2) of z divided by λ³ ആണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് f(5/2) of z divided by λ³ ആണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ പാർട്ടിക്കിൾസ് ഒരു ലെവലിൽ, എല്ലാ പാർട്ടിക്കിൾസിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ പാർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ടിക്കിൾ ഇല്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് ഫെർമി സിസ്റ്റംസ് ഒബേ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിക്കുന്ന പാർട്ടിക്കിൾസ് ആണ് എന്ത് ഫെർമി പാർട്ടിക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് പാർട്ടിക്കിൾസിന്റെ സ്പിന്നിന് ഇവിടെ എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? രണ്ട് ഒരേ സ്പിന്നുള്ള പാർട്ടിക്കിൾസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ സ്പിന്നിന് എന്തുണ്ട് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ഇക്വേഷൻ ഇപ്പം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഈ p/kt ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു വെയിറ്റ് ഫാക്ടർ ജിയും കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, ഒരു വെയിറ്റ് ഫാക്ടർ ജിയും കൂടി ഉൾപ്പെടുത്തണം. ലാൻഡേജ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഫാക്ടർ ജിയും കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? നമ്മൾ ഉൾപ്പെടുത്തണം. ആൻഡ് ദിസ് ജി അറൈസസ് ഫ്രം ദി ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഫെർമി പാർട്ടിക്കിൾസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, അതായത് സ്പിന്ന് പോലുള്ള ഇന്റേണൽ സ്ട്രക്ചറിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഫാക്ടറാണ് എന്ത് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതും കൂടി എന്ത് ചെയ്യണം? നമ്മൾ p/kt ഇക്വേഷൻ നമ്മൾ ഉൾപ്പെടുത്തണം. സോ ദ ഇക്വേഷൻ ചേഞ്ചസ് ആസ് എങ്ങനെ മാറും? p/kt is equal to g/λ³ into f(5/2) of z. g/λ³ into f(5/2) of z. Okay, and this be equation number 8. ഇത് നമുക്ക് നോക്കാം, equation 8 ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലാൻഡേജ് ഫാക്ടർ, ഒരു വെയിറ്റ് ഫാക്ടർ ജിയും കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഈ p/kt ഇക്വേഷനിലേക്ക്, p/kt മാത്രമല്ല എല്ലാ ഇക്വേഷൻ ഫെർമിയിൽ ചെയ്യുന്ന നമ്മൾ എല്ലാ ഇക്വേഷൻസിലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വെയിറ്റ് ഫാക്ടർ ജിയും കൂടി എക്സ്ട്രാ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ബോസ് സിസ്റ്റത്തിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇക്വേഷൻ g(5/2) z by λ³ ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് f(5/2) z by λ³. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ഫാക്ടറും കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ g(5/2) z divided by λ³ ആണ് എന്ത് ചെയ്യുക? നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ബി ഇക്വേഷൻ നമ്പർ 8 കൊടുക്കുക. ഓക്കെ, സോ സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല, ഒരേ സിമിലർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോസ് സിസ്റ്റത്തിൽ നമ്മൾ n/v കണ്ടുപിടിക്കുകയാണ് ചെയ്തിരുന്നത്. സോ നമുക്ക് n-ന്റെ ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് കിട്ടും? നമുക്ക് n-ന്റെ ഇക്വേഷൻ കിട്ടും. n is equal to എന്തായിരുന്നു? n is equal to summation over e 1 by z raised to minus 1 e raised to beta e plus 1 de. ഇതാണ് എന്തുള്ളത്? n-ന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സമ്മേഷനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഇന്റഗ്രേഷൻ കൊടുക്കാം. പിന്നെ ഒരു വെയിറ്റ് ഫാക്ടറും കൂടി, പിന്നെ ഒരു ലാൻഡേജ് മറ്റേ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സും കൂടി ഉണ്ടാവും. സോ നമുക്ക് എന്ത് മാറ്റാൻ പറ്റും? will be equal to സമ്മേഷൻ മാറ്റിയിട്ട് ഇന്റഗ്രേഷൻ കൊടുക്കാം. ഇന്റഗ്രൽ 0 to infinity. ഈ ടേം എഴുതി. സോ 1 by z raised to minus 1 e raised to beta e plus 1. Now എന്താ പറയാ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, that is 2 pi v by h cube
2m raised to 3 by 2 e raised to 1 by 2 de. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്തിട്ടുള്ള അതേ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യാണ്, എന്നിൻ്റെ ഇക്വേഷൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, അഗെയിൻ ഇതിൽ 2π v by h cube 2m raised to 3 by 2 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. സോ അതിന് പുറത്ത് കൊടുക്കാം. സോ 2π v by h cube 2m raised to 3 by 2 പിന്നെ ഇന്റഗ്രൽ 0 to infinity വന്നു. ബാക്കി ഒരു e raised to 1 by 2 ഉണ്ട്. z raised to -1 e raised to beta e plus 1 de കിട്ടി. ഓക്കെ, de കിട്ടി. നമുക്ക് ഈ വിനെ പുറത്തേക്ക് എടുക്കാം. പിന്നെ എന്ത് കൊടുക്കാം, നമുക്ക് ബീറ്റ ഐക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. സോ ബീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കണം എക്സ് കൊടുക്കുകയാണ്. സോ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബൈ ബീറ്റ വരും. ഡി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഡി എക്സ് ബൈ ബീറ്റ എന്ന് പറഞ്ഞിട്ട് വരും. നൗ ഇ റേസ് ടു 1 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഇറ്റ് വിൽ ബി എക്സ് റേസ് ടു 1 by 2 ബൈ ബീറ്റ റേസ് ടു 1 by 2 വരും. ഓക്കെ, എക്സ് റേസ് ടു 1 by 2 ബൈ ബീറ്റ റേസ് ടു 1 by 2 വരും. സോ n by v is equal to n by v നമ്മൾ പുറത്ത് കൊടുക്കാം. n by v is equal to 2π by h cube 2π by h cube പിന്നെ 2m raised to 3 by 2 ഉണ്ട്. ലിമിറ്റിൽ മാറ്റില്ല, ഇന്റഗ്രൽ 0 to infinity നെ e raised to 1 by 2 നമ്മൾ ഇങ്ങനെ മാറ്റി. സോ x raised to 1 by 2 divided by beta raised to 1 by 2 പിന്നെ ഓൾറെഡി അവിടെ ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരുന്നു, അത് എഴുതുക. z raised to -1 e raised to beta e plus 1 now de ക്ക് പകരം എന്ത് കൊടുത്തു, d ക്ക് പകരം dx by beta കൊടുത്തു. d ക്ക് പകരം നമ്മൾ കൊടുത്തു dx by beta കൊടുത്തു. ഓക്കെ, now നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബീറ്റ 2m ഇവിടെ ബീറ്റ റേസ് ടു 1 by 2 ഉണ്ട്, ഇവിടെ ബീറ്റ ഉണ്ട്. രണ്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ ബീറ്റ റേസ് ടു 3 by 2 വരും. ഓക്കെ, സോ ബീറ്റ റേസ് ടു 3 by 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഡിവൈഡഡ് ബൈ ബീറ്റ റേസ് ടു 3 by 2 വരും. ബീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ 1 by kt ആണ്, 1 by kt റേസ് ടു 3 by 2 വരും. സോ അതിനെ അതിൻ്റെ ഉള്ളിൽ എടുക്കാം, ഈ 2m ഉള്ളിൽ എടുക്കാം. നേരത്തെ ചെയ്തുള്ള സെയിം പ്രൊസീജിയർ തന്നെ, മാത്രമല്ല മുകളിൽ താഴത്തെ ഒരു റൂട്ട് പൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, റൂട്ട് പൈയും കൂടിയിട്ട് 5 റേസ് ടു 3 by 2 അതിന് ഇതിനുള്ളിൽ എടുക്കാം. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മാറ്റിയത് നമുക്ക്. സോ 2 ഡിവൈഡ് ബൈ താഴത്തെ ഒരു റൂട്ട് പൈ എക്സ്ട്രാ വരും, 2 by റൂട്ട് പൈ പിന്നെ 2π m kt റേസ് ടു 3 by 2. ഓക്കെ, സോ ഈ ബീറ്റ റേസ് ടു 1 by 2 ബീറ്റ കൂടി ബീറ്റ റേസ് ടു 3 by 2 ആയി, അത് kt റേസ് ടു 3 by 2 ഇതിനുള്ളിലേക്ക് പോയി. ഈ പൈയും പിന്നെ നമ്മൾ റൂട്ട് പൈ മൾട്ടിപ്ലൈ ചെയ്തു, 5 റേസ് ടു 3 by 2 ആയി, അതും ഇതിനുള്ളിലേക്ക് പോയി. ഡിവൈഡ് ബൈ h ക്യൂബ് ഉണ്ട്, അടിയിൽ h ക്യൂബ് ഉണ്ട്. ഇന്റഗ്രൽ 0 to infinity x raised to 1 by 2 divided by z raised to -1 e raised to beta e plus 1 dx വരും. Okay, so which will be equal to 2 by root pi. Now this term എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്, it is 1 by lambda cube ആണ്. 1 by lambda cube into integral 0 to infinity x raised to 1 by 2 by z raised to -1 e raised to beta e plus 1 dx വരും. ഓക്കെ, dx വരും. Now ഈ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് ഫെർമി ഡിറൈവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഫെർമി ഡിറൈവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അത് f3/2 z കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ സൈഡ് ചെയ്യാം, f3/2 z. ഓക്കെ, f3/2 z പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 by gamma of 3/2 integral 0 to infinity x raised to 1 by 2 e raised to z raised to -1 e raised to x plus 1 dx. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്, f3/2 z വരുന്നത്. സോ ഈ ഗാമ ഓഫ് 3/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഈ ഇന്റഗ്രൽ ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, സോ ഇന്റഗ്രൽ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, f3/2 z into gamma of 3/2. നേരത്തെ ചെയ്തുള്ള സെയിം സ്റ്റെപ്പ് തന്നെയാണ്. സോ നമുക്ക് എഴുതി പോവാം. സോ 2 by root pi into 1 by lambda cube. ഇന്റഗ്രലിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, f3/2 of z into gamma of 3/2. Okay, gamma of 3/2.
Now gamma of 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗാമ പറഞ്ഞു കഴിഞ്ഞാൽ √π/2 ആണ്. ഓക്കെ, ഗാമ ഓഫ് 3/2 ആണ് √π/2 ആണ്. സോ therefore n/v. Therefore n/v is equal to തരും already 2/√π into 2/√π 1/λ³ f3/2 of z. Gamma of 3/2 പറഞ്ഞു കഴിഞ്ഞാൽ √π/2. That is √π/2. So √π cancel away. That is f3/2 of z divided by λ³. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് n/v കിട്ടുക. ഓക്കെ, അഗെയിൻ നമുക്ക് നേരത്തെ ബോസിൽ കിട്ടിയിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ്. ബോസിൽ നമുക്ക് കിട്ടിയത് n/v is equal to g3/2 of z divided by λ³ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ f3/2 of z divided by λ³. ഓക്കെ, അഗെയിൻ നമ്മൾ നേരത്തെ p/kt പറഞ്ഞ പോലത്തെ സെയിം കണ്ടീഷൻ ഇവിടെ വരും. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ നോക്കണം. ഓക്കെ, ഇന്റേണൽ സ്ട്രക്ചർ നോക്കണം. സോ ഇവിടെ എന്ത് കയറി വരും? ഒരു വെയിറ്റ് ഫാക്ടർ g കയറി വരും. സോ എന്ത് വരും? നമ്മൾ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് n/v is equal to g/λ³ into f3/2 of z. g/λ³ into f3/2 of z. And this be equation number 9. Okay, that is equation number 9. So നമുക്ക് എന്ത് കിട്ടി? നമുക്ക് n/v യുടെ ഫോർമുല കിട്ടി. ഓക്കെ, നൗ നമ്മൾ ബോസിൽ ചെയ്തിട്ടുള്ള സെയിം പണി തന്നെയാണ്. അവിടെയും നമ്മൾ p/kt കണ്ടുപിടിച്ചു, n/v കണ്ടുപിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ തെർമോഡൈനാമിക്സ് കണ്ടുപിടിച്ചു. Okay, അപ്പോൾ we can derive the entire thermodynamics of ideal post gas from equation 8 and 9. Equation 8 ഉം 9 അതായത് p/k യുടെ ഇക്വേഷനും n/v യുടെ ഇക്വേഷനും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് entire thermodynamics എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് f3/2 z നമുക്ക് എഴുതാൻ പറ്റും. ഇത് പലപ്പോഴും ആവശ്യമുള്ള ഒരു ഫോം ഉണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് നോക്കാം. നമുക്ക് ഇതിനെ തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്യാം. ഓക്കെ, തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്യാൻ പറ്റും. സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് ബോസ് ഗ്യാസ് ചെയ്ത സെയിം സ്റ്റെപ്പുകളാണ് പിന്നെയും പറയാണ്. സോ നമുക്ക് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മൾ ആദ്യത്തെ തെർമോഡൈനാമിക്സ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഇന്റേണൽ എനർജിയാണ്. സോ ഇന്റേണൽ എനർജിയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്റേണൽ എനർജി u is equal to minus dou beta of log theta. log theta ആണ് എന്ത് വരിക? നമ്മുടെ യുവിന്റെ വാല്യൂ വരിക. log theta പറഞ്ഞാൽ q ആണ്. ഓക്കെ, log theta പറഞ്ഞാൽ q ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് dou beta of okay, so minus dou beta of pv/kt. log theta പറഞ്ഞാൽ q ആണ്. q എന്ന് പറഞ്ഞാൽ pv/kt ആണ്. ഇനി നമ്മൾ ബോസ് സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പിന് ഇവിടെയും ചെയ്യാം. സെയിം പരിപാടി തന്നെ ഇവിടെയും ചെയ്യാം. അതായത് dou beta എങ്ങനെ മാറ്റാം? dou beta ബീറ്റക്ക് 1/kt കൊടുത്തിട്ട് മൈനസ് kt² dou t ആക്കുക. അപ്പോൾ എന്ത് കിട്ടും? u is equal to kt² into dou t of pv/kt കിട്ടും. നൗ v നെ നമ്മൾ പുറത്ത് എടുക്കുക. അപ്പോൾ p/kt കിട്ടും. p/kt ഓൾറെഡി നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സെയിം സ്റ്റെപ്പ്, ഒരു വ്യത്യാസവും ഇല്ല. സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ബോസ് സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ള അതേ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യുക. ബോസ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല, ഒരേ സ്റ്റെപ്പുകൾ തന്നെയാണ്. അവിടെ g ഉള്ളത്, അവിടെ g 5/2 ഉള്ളത് ഇവിടെ എന്തായിട്ട് മാറും? f5/2 ആയിട്ട് മാറുന്നുള്ളൂ. വേറെ ഒരു വ്യത്യാസം വരുന്നില്ല. ഓക്കെ, സോ ഓൺ സോൾവിങ് ഞാൻ സ്റ്റെപ്പ് ചെയ്യുന്നില്ല, കാരണം എക്സാക്ട്ലി സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ വെറുതെ അതിനോട് ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. സോ സെയിം സ്റ്റെപ്പുകളാണ്. സോ ഓൺ സോൾവിങ്, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും u is equal to 3/2 into ktv into g/λ³ into f5/2 of z. നിങ്ങൾ അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നമുക്ക് കിട്ടുന്നത് യുവിൻ്റെ ഇക്വേഷൻ കിട്ടുക. അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ബോസിൽ നമുക്ക് കിട്ടുന്ന 3/2 ktv 1/λ³ g5/2 of z കിട്ടിയിട്ടുണ്ടാവുക. ആ g5/2 വരെ f5/2 വന്നു. പിന്നെ ലാൻഡേജ് ഫാക്ടർ അല്ലെങ്കിൽ വെയിറ്റ് ഫാക്ടർ എന്ത് ചെയ്യണം? എക്സ്ട്രാ എല്ലാത്തിനും കൂടി കയറി വരുന്നതാണ്. ഓക്കെ, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? p is equal to 2/3 u/v കിട്ടും. 2/3 u/v കിട്ടും. ഇതും നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ ബോസിൽ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പാണ്. ഓക്കെ, സോ യു ക്യാൻ റെഫർ ദി ഏർലിയർ ലെക്ചർ. മുന്നത്തെ ലെക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സെയിം സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം?
പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പുകൾ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ കിട്ടണില്ലെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാൻ ഞാനത് ചെയ്തു തരാം. ഓക്കെ, സെയിം സ്റ്റെപ്പുകളാണ്, കിട്ടാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഓക്കെ, അപ്പോൾ ഇന്റേണൽ എനർജി നമ്മൾ സോൾവ് ചെയ്തു. ഇന്റേണൽ എനർജി നമുക്ക് എന്ത് കിട്ടി? U is equal to 3/2 kTV g by lambda cube F5/2 z, സെയിം ആസ് ദാറ്റ് ഓഫ് ബോസ് സിസ്റ്റം. ബോസ് സിസ്റ്റത്തിന് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ജസ്റ്റ് ആ ഫംഗ്ഷനിൽ ചെറിയ വ്യത്യാസം വന്നു, പിന്നെ ഒരു വെയിറ്റ് ഫാക്ടർ കയറി വന്നു എന്നല്ലാണ്ട് വേറെ എന്തില്ല, വേറെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം CV is equal to dou U by dou T ആണ്. ഓക്കെ, dou U by dou T at a constant NV. At a constant NV, dou U by dou T നെ നമ്മൾ വിളിക്കുക, നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് വിളിക്കുക. യുവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. U is equal to 3/2 kTV g by lambda cube F5/2 of Z. Okay, now F5/2 of Z. Now ഈ G by lambda cube നമുക്ക് എഴുതാൻ പറ്റും. കഴിഞ്ഞ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ G by lambda cube നമുക്ക് എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ G by lambda cube അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? F3/2 ഇപ്പുറത്ത് എടുക്കാം. സോ N/V into 1/F3/2 of Z is equal to എന്ത് കൊടുക്കാം? G by lambda cube കൊണ്ട് കൊടുക്കാം അല്ലേ? G by lambda cube കൊണ്ട് കൊടുക്കാം. കുഴപ്പമില്ലല്ലോ. സോ ഈ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 3/2 kTV G by lambda cube എന്ന് കൊടുത്തു. N divided by V, പിന്നെ അവിടെ ഒരു F5/2 ഓൾറെഡി ഉണ്ട്, F5/2 of Z ഓൾറെഡി ഉണ്ട്, divided by F3/2 of Z കൊടുത്തു. ഓക്കെ, now we can cancel out this V and V will cancel the one, so which will be equal to 3/2 NKT into F5/2 of Z divided by F3/2 of Z. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുക. നമുക്ക് യുവിൻ്റെ ഇക്വേഷൻ കിട്ടുക. യുവിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ ഫോം കിട്ടുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് CV കിട്ടുക. ഓക്കെ, സോ CV നമുക്ക് ഈ NK പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ല, നമുക്ക് ചെയ്ത് നോക്കാം. CV is equal to dou U by dou T ആണ്. സോ dou by dou T of U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3/2 NKT F5/2 of Z divided by F3/2 of Z. Okay, now ഈ 3/2 NK കോൺസ്റ്റന്റ് ആണ്. 3/2 NK കോൺസ്റ്റന്റ് ആണ്. സോ NK നെ പുറത്ത് എടുക്കാം നമുക്ക്. സോ ഇങ്ങനെ എഴുതാം. CV by NK is equal to 3/2 into dou by dou T of T into F5/2 of Z divided by F3/2 of Z. Okay, F5/2 of Z into F3/2 of Z. Okay, so അതാണ് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കിട്ടുക. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കുറച്ച് ടാസ്ക് പരിപാടിയാണ്. സോ ഇവിടെ T ഉണ്ട്, ഈ ടേം എന്ത് ചെയ്യുന്നത്? Tനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ CV by NK is equal to ഓൾറെഡി ഒരു 3/2 പുറത്തുണ്ട്. Now ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അതായത് ഡോ ബൈ ഡോ Z ഓഫ് F5/2 of Z divided by F3/2 of Z into ഡോ Z by ഡോ T. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ഡോ ബൈ ഡോ ടി എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി ഡോ ബൈ ഡോ Z ഇൻറ്റു ഡോ Z by ഡോ ടി ആയിട്ട് മാറ്റി. സോ ഡോ ബൈ ഡോ Z ഓഫ് ദിസ് ടേം, ഓക്കെ, ദിസ് ടേം ഇൻറ്റു ഡോ Z by ഡോ ടി പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
f5 by 2 of z divided by f3 by 2 of z into t നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. സോ ചെയ്യേണ്ട കാര്യമില്ല. Okay, so which will be equal to 3 by 2 into 3 by 2 into കുറച്ച് ടാസ്ക് t into now ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഈ സാധനത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക with respect to z ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ഈ 1 by f3 by 2 z ഫസ്റ്റ് ടേമും f5 by 2 z നെ നമുക്ക് എടുക്കാം, സെക്കൻഡ് ടേം ആയിട്ട് എടുക്കാം. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു വരുമ്പോൾ 1 by f3 by 2 of z into derivative of second വരുമ്പോൾ dou by dou z of f5 by 2 of z, okay, plus second term വരുമ്പോൾ f5 by 2 of z into derivative of first 1 by x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 by x square. So -1 by f3 by 2 of z square into dou f3 by 2 of z by dou z അല്ലേ, -1 by x square into dou x ചെയ്യണില്ലേ. സോ dou f3 by 2 of z divided by dou z. പിന്നെ എന്തുണ്ട്, പുറത്ത് ഓൾറെഡി dou z by dou t എടുക്കുന്നുണ്ട്, പുറത്ത് ഓൾറെഡി ഒരു dou z by dou t എടുക്കുന്നുണ്ട്. പിന്നെ പ്ലസ് ഈ ടേം f5 by 2 of z divided by f3 by 2 of z. Okay, so it will be equal to 3 by 2, നമുക്ക് ആ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. സോ ഫസ്റ്റ് ടേം എന്തെങ്കിലും 3 by 2t 1 by f3 by 2 of z into dou by dou z of f5 by 2 of z plus 3 by 2t, ഇവിടെ മൈനസ് വരും അല്ലേ, ഇവിടെ മൈനസ് വരും. സോ 1 by f3 by 2 of z square into dou f3 by 2 of z by dou z. Okay, dou z. Okay, ഇവിടെ dou z by dou t ഒരു കോമൺ ആയിട്ടുണ്ടല്ലോ അല്ലേ, dou z by dou t ഒരു കോമൺ ആണ്. സോ ഇവിടെ എന്ത് വരും, ഒരു dou z by dou t വന്നു, ഇവിടെയും ഒരു dou z by dou t വന്നു, ഇവിടെ എന്തോ ഒരു മിഷൻ, ഈ f5 by 2 എഴുതിയില്ലല്ലോ, f5 by 2 എഴുതിയില്ല. സോ മുകളിലെ f5 by 2 of z കൂടി ഉണ്ട്. സോ ഈ ടേം ഇവിടെ വന്നു. ഓക്കെ, കറക്റ്റ് അല്ലേ ചെക്ക് ചെയ്യാം. പിന്നെ പ്ലസ് ഈ ടേമിൽ വരുമ്പോൾ 3 by 2 ഉണ്ട്, 3 by 2 into ഈ ടേം വരും. സോ 3 by 2 f5 by 2 of z divided by f3 by 2 of z. ഓക്കെ, സോ അങ്ങനെയാണ് വരിക. ഓക്കെ, now let this be equation number equation കൊടുത്തില്ല. So this be equation number 10 കൊടുക്കാം. Now this be equation number 11 കൊടുക്കാം. Okay, equation number 11 കൊടുക്കാം. So ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ട്, ഒരു dou by dou z of f5 by 2 z കണ്ടുപിടിക്കാനുണ്ട്, dou by dou z of f3 by 2 z കണ്ടുപിടിക്കാനുണ്ട്. അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ dou z by dou t ഉണ്ട്. സോ ആ ടേംസുകളൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, n by v is equal to g by lambda cube f3 by 2 of z. ഓക്കെ, നമ്മൾ മുന്നേ എന്ത് ചെയ്താണ്, ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. സോ അതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും,
3 by 2 of z. f3 by 2 z നെ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഴുതാം n by v lambda cube divided by g. Okay, now n by v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ആണ്, that is small n ആണ് ആ സാധനം. So it will be equal to n lambda cube divided by g. Okay, so f3 by 2 z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is എന്താണ് n lambda cube by g ആണ്. Okay, so that okay, അപ്പോൾ f3 by 2 z നമുക്ക് എന്ത് കിട്ടി? n lambda cube by g കൊണ്ട് കിട്ടി. ലാംഡ ക്യൂബിന്റെ വാല്യൂ നമുക്കറിയാം. സോ നമുക്ക് എന്ത് എഴുതാം? f3 by 2 of z is equal to n by g into lambda cube പറഞ്ഞു കഴിഞ്ഞാൽ h cube divided by 2 pi m kt raised to 3 by 2. 2 pi m kt raised to 3 by 2 നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡോ f3 by 2 of z by dou t ആണ്. ഓക്കെ, dou f3 by 2 divided by dou t ആണ്. സോ it will be equal to n by g കോൺസ്റ്റന്റ് ആണ്, h cube by 2 pi m k raised to 3 by 2 വരെ കോൺസ്റ്റന്റ് ആണ്. t കോൺസ്റ്റന്റ്, t വെച്ചിട്ട് റെപ്രസെന്റ് ഡിഫറൻഷിയേറ്റ് ആണ്. സോ dou by dou t of t raised to minus 3 by 2 താഴത്തുള്ള അതിനോട് മുകളിൽ കൊടുത്തു. So it will be equal to n by g into h cube by 2 pi m k raised to 3 by 2 2 pi m k raised to 3 by 2 t raised to minus 3 by 2 differentiate ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും minus 3 by 2 into t raised to minus 5 by 2 കിട്ടും. Okay, t raised to minus 5 by 2 കിട്ടും. Okay, so which will be equal to അതിൽ ഈ t raised to minus 5 by 2 താഴത്തേക്ക് എടുക്കുക, എന്നിട്ട് t raised to 3 by 2 ഉള്ളിൽ കൊടുക്കുക, ബാക്കി ഉണ്ടാവും ഒരു t ബാക്കി ഉണ്ടാവും. ഓക്കെ, എന്നതായിരിക്കും ഒരു t ബാക്കി ഉണ്ടാവും. സോ it will be equal to അങ്ങനെ എഴുതാം n by g into, so ബാക്കി എന്ത് വരും? h cube by 2 pi m kt raised to 3 by 2 ആക്കി, ബാക്കി ഒരു minus 3 by 2 t ഉണ്ടാവും അല്ലെ. ഈ t raised to minus 5 by 2 താഴത്തെ കൊടുത്തു. സോ നമുക്ക് എന്ത് കിട്ടി? അടിയിൽ t raised to 3 by 2 വന്നു. സോ 2 pi m kt raised to 3 by 2 വരും. പിന്നെ ഒരു t കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ, സോ it will be equal to, now this is lambda cube ആണ്. now small n നമുക്ക് എഴുതാൻ പറ്റും, അതായത് ക്യാപിറ്റൽ n by v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ n ആണ്, ക്യാപിറ്റൽ v by n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ v ആണ്, വോളിയം പെർ പാർട്ടിക്കിൾ ആണ്. ഓക്കെ, സോ സ്മോൾ n ആക്ച്വലി എന്താണ്? സ്മോൾ n ഈസ് ആക്ച്വലി 1 by സ്മോൾ v ആണ്. സോ ഈ സ്മോൾ n നമുക്ക് എഴുതാൻ പറ്റും 1 by സ്മോൾ v ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ which will be equal to അല്ല, അതിന്റെ ആവശ്യമില്ല ആക്ച്വലി. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ഫോമിലേക്ക് തന്നെ എത്തുമല്ലോ അല്ലേ, സെയിം ഫോമിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. കാരണം ഇതിനെങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും minus 3 by 2t n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n by v ആണ് അല്ലെ, ക്യാപിറ്റൽ n by v ആണ്. പിന്നെ n by g into, this is lambda cube. Now n by g into lambda cube, this is small n by g into lambda cube തന്നെ f3 by 2 z ആണ് അല്ലെ. n by g into lambda cube തന്നെ f3 by 2 z ആണ്. so എഴുതാം dou f3 by 2 of z, dou f3 by 2 of z divided by dou z is എന്താണ്? f3 by 2 അല്ല minus 3 by 2t f3 by 2 of z ആണ്, minus 3 by 2t f3 by 2 of z ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, കറക്റ്റ് ആണ് തോന്നുന്നു അല്ലെ. ഓക്കെ ആണ്. സോ ഇത് കൊടുക്കട്ടെ, let this be equation A ആയിട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് dou by dou z of f3 by 2 z കണ്ടുപിടിക്കാം. f3 by 2 z അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, സോ dou by dou z of f3 by 2 z ന്റെ expanded form എങ്ങനെയാണ്? z minus z square by 2 raised to 3 by 2 plus z cube by
3 raised to 3 by 2 minus etc. Okay, minus etc കൊടുക്കാൻ പറ്റും നമുക്ക്. So it will be equal to differentiate ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം z മാത്രമേ ഉള്ളൂ. സോ 1 ആയിട്ട് പോകും. സോ 1 മൈനസ് സെക്കൻഡ് ടേമിൽ എന്ത് വരും? 2z വരും. 2z വരും. ആ 2z എടുത്ത് 2ഉം ഇവിടെ എന്ത് എഴുതാൻ പറ്റും നമുക്ക്? 2 into root 2 ആയിട്ട് എഴുതാൻ പറ്റും. സോ ആ 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി എന്തുണ്ടാവുള്ളൂ? ബാക്കി z divided by 2 raised to 1 by 2. z divided by 2 raised to 1 by 2 വരും. പ്ലസ് അതേപോലെ തന്നെ z ക്യൂബിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3z² വരും. താഴത്ത് 3 raised to 3 by 2 ഉണ്ട്. അതിനെ 3 into root 3 എഴുതാം. സോ ആ 3യും ഈ 3യും ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി വരിക z² divided by 3 raised to 1 by 2 minus etc. ഓക്കെ, മൈനസ് എക്സെട്ര പോകും. ഓക്കെ, ഇനി നമ്മൾ രണ്ട് സൈഡിലും ഒരു z ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? z into dou by dou z of f3 by 2 of z. f3 by 2 of z. f3 by 2 of z എന്ത് വരും? will be equal to മൊത്തത്തിൽ z ആയിട്ട് വരും. സോ z മൈനസ് z² by 2 raised to 1 by 2 plus z cube by 3 raised to 1 by 2 minus etc. Okay, now which is equal to ഈ സാധനം ഈ ടേം എന്തായിരിക്കും? f3 by 2 of z ന്റെ എക്സ്പാൻഷൻ വരുന്നത് f3 by 2 of z ന്റെ എക്സ്പാൻഷൻ വരുന്നത് z minus z² by z raised to 3 by 2 plus z cube by 3 raised to 3 by 2. ഇവിടെയാണ് ഈ എന്ത് വരുന്നത്? 3 by 2 3 by 2 ഒക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് എന്താണ്? 1 by 2 1 by 2 ആണ്. സോ ഈ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ഈ എക്സ്പാൻഡഡ് ഫോം ഈസ് ആക്ച്വലി f of 1 by 2 ആണ്. f1 by 2 of z ആണ്. ഓക്കെ, f1 by 2 of z ആണ്. സോ ഇറ്റ് വിൽ ബി equal to f1 by 2 of z. ഓക്കെ, f1 by 2 of z. സോ നമുക്ക് എന്ത് കിട്ടി? z into dou by dou z of f3 by 2 of z. f3 by 2 of z is equal to f1 by 2 of z കിട്ടി. ഓക്കെ, this equation നമുക്ക് നോക്കാം. ഇക്വേഷൻ b ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊരു ജനറൽ റെക്കറൻസ് റിലേഷൻ പോലെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. കാരണം f3 by 2 of z നെ നമ്മൾ z ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? f1 by 2 of z കിട്ടി. സോ സിമിലർലി z into dou by dou z of f5 by 2 of z ചെയ്താൽ നമുക്ക് കിട്ടും? f3 by 2 of z കിട്ടും. f3 by 2 of z കിട്ടും അല്ലെ? 3 by 2 നെ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്തു. z ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും f1 by 2 of z കിട്ടും. സോ 5 by 2 നെ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്ത് z ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും f3 by 2 of z കിട്ടും. ഓക്കെ, ദിസ് ബി ഇക്വേഷൻ c. ഓക്കെ, നമുക്ക് കൊടുക്കാം ഇക്വേഷൻ c കൊടുക്കാം. ഓക്കെ, നൗ നമുക്ക് ഇക്വേഷൻ a by b ഒന്ന് ചെയ്ത് നോക്കാം. ഇക്വേഷൻ a by b ചെയ്ത് നോക്കാം. a by b ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ വരുന്ന dou f3 by 2 z by dou z. ഇവിടെ ഈ ടേം ആണ് വരുന്നത്. ഓക്കെ, ഈ ടേം ആണ് വരുന്നത്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dou by dou z of f3 by 2 z. dou by dou t അല്ലേ? dou by dou t ആണ്. dou by dou t അല്ലേ? t അല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത് അല്ലേ? dou by dou t ആണ്. dou by dou t ആണ് വരിക. സോ നമുക്ക് ചെയ്ത് നോക്കാം. സോ എന്ത് വരും? dou by dou t of f3 by 2 of z divided by b. b എന്ന് പറയുന്ന ഈ ടേം ആണ്. സോ z into dou by dou z of f3 by 2 of z is equal to and right hand side പറഞ്ഞു കഴിഞ്ഞാൽ minus 3 by 2t f3 by 2 of z വരും. ഇക്വേഷൻ b ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? f1 by 2 of z വരും. ഓക്കെ, f1 by 2 of z വരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ dou by dou t of f3 by 2 of z അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? dou by dou z of f3 by 2 of z into dou z by dou t ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? കുഴപ്പമില്ലല്ലോ. അതായത് dou by dou t നെ നമുക്ക് എങ്ങനെ മാറ്റാം? dou by dou t of f3 by 2 z നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? dou by dou z of f3 by 2 z into dou z by dou t എഴുതാൻ പറ്റും. ഓക്കെ,
സോ ഈ ഡോ ബൈ ഡോ സെഡ് F3 by 2 സെഡും ഈ ഡോ ബൈ ഡോ സെഡ് F3 by 2 സെഡ് ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി എന്തുണ്ടാവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ? ബാക്കി ഒരു 1 by z ഉണ്ട്. സോ ഒരു 1 by z പിന്നെ എന്തുണ്ടാവുക? ഈ ഡോ സെഡ് ബൈ ഡോ ടി ഉണ്ടാവും. ഡോ സെഡ് ബൈ ഡോ ടി ഉണ്ടാവും. സോ ഡോ സെഡ് ബൈ ഡോ ടി വിൽ ബി ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? -3 by 2 t f 3 by 2 of z divided by f 1 by 2 of z. Okay, let this be equation D. Okay, നമുക്ക് നോക്കാം equation D കൊടുക്കാം. Okay, now equation A യും B യും C യും D ഒക്കെ കൂടിയിട്ട് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? equation 11 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. Okay, equation 11 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. So CV by NK is equal to 3 by 2 t into 1 by f 3 by 2 z into dou by dou z of fi by 2 z. Dou by dou z of fi by 2 z എന്ത് വരും? കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. Dou by dou z of fi by 2 z അത് വരും. ഈ z ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 1 by z f3 by 2 z വരും. ഓക്കെ, 1 by z f3 by 2 z വരും. സോ നമുക്ക് എഴുതാം. സോ 1 by z f3 by 2 z. Okay, 1 by z f3 by 2 z. സോ ആ ടേം കഴിഞ്ഞു. പിന്നെ ഡോ സെഡ് ബൈ ഡോ ടി ഉണ്ട്. ഡോ സെഡ് ബൈ ഡോ ടിയുടെ കാര്യം നമുക്ക് എന്താ കിട്ടിയത്? ഡോ സെഡ് ബൈ ഡോ ടിയുടെ വാല്യൂ കൂടി കൊടുക്കാം അല്ലേ? ഡോ സെഡ് ബൈ ഡോ ടിയുടെ വാല്യൂ കിട്ടിയത് -3 by 2t f3 by 2 z divided by f1 by 2 z. ഓക്കെ, സോ അത് കൊടുത്തു. മൈനസ് ഇവിടെ എന്തുണ്ട്? ഓൾറെഡി ഒരു 3 by 2t അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു f5 by 2 z ഉണ്ട്. പിന്നെ ഒരു f3 by 2 z ഹോൾ സ്ക്വയർ ഓൾറെഡി എടുക്കുന്നുണ്ട്. നൗ ഡോ f3 by 2 z by ഡോ z. ഡോ ബൈ ഡോ z f3 by 2 z അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വേഷൻ എ എന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വേഷൻ എ എന്ന് 1 by z f1 by 2 z കൊടുക്കാം. സോ f1 by 2 z divided by z. ഓക്കെ, പിന്നെ എന്തുണ്ട്? ഡോ സെഡ് ബൈ ഡോ ടി. ഡോ സെഡ് ബൈ ഡോ ടി is this term. So -3 by 2t f5 by 2 of z divided by f3 by 2 of z ഉണ്ട്. പിന്നെ പ്ലസ് ലാസ്റ്റ് ടേം 3 by 2 f5 by 2 z by f3 by 2 z. ഓക്കെ, സോ ഒരു നീണ്ട ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? സോ വിച്ച് വിൽ ബി ഈക്വൽ ടു നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. കിട്ടും ഫസ്റ്റ് ടേം നമുക്ക് f3 by 2 z പോയി, f3 by 2 z പോയി. ഓക്കെ, f3 by 2 z പോയി, f3 by 2 z പോയി. ബാക്കി എന്തുണ്ടാവും? ഈ ടി താഴ്ത്തല്ല, ആക്ച്വലി ടി താഴ്ത്തല വരിക. -1/3 ആ ടി താഴ്ത്താണോ മുകളിലാണോ? ടി മുകളിലാണോ അല്ലേ? ഈ ടി താഴ്ത്താണ് അല്ലേ? ഈ ടി ഡിനോമിനേറ്റർ ആണ് വരിക ആക്ച്വലി അല്ലേ? കാരണം എ ബൈ ബി ചെയ്യുമ്പോൾ ഈ ടി താഴ്ത്താണ് വരുന്നത്. ഓക്കെ, സോ -3 by 2 ടി താഴ്ത്താണ് വരിക കേട്ടോ. സോ നമ്മുടെ ഇക്വേഷനിൽ ദിസ് ടി താഴ്ത്ത് വരും, ദിസ് ടി താഴ്ത്ത് വരും. സോ ഈ ടിയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി വല്ലതും പോവും? ബാക്കിയൊന്നും പോവില്ല തോന്നുന്നു അല്ലേ?
1 by z എന്ത് ചെയ്യും? And this becomes minus 3 by 2 t into f5 by 2 is here, f3 by 2 z square of f5 by 2. From this equation, it is f3 by 2 by z. This z will go to the right hand side. f3 by 2 by z into there is already a 1 by f3 by 2 z to dot z by 2 plus the next term is 3 by 2 t minus 1 by f3 by 2 square is there into f5 by 2 z is there, and the next term is dou by dou z of f3 by 2. Using the reconciliation, it becomes f half by z. ഓക്കെ, സോ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മിസ്റ്റേക്ക് വന്നത് ഇവിടെ 1 by z ഡോ z ബൈ ഡോ ടി ആണ് എന്ത് മൈനസ് 3 by 2t വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഉള്ളത് ഇവിടെ എന്താണ് ഡോ z ബൈ ഡോ ടി മാത്രമേ. സോ ഇവിടെ എന്ത് വരും, എക്സ്ട്രാ ഒരു z കയറി വരും അല്ലേ, ഇവിടെ എക്സ്ട്രാ ഒരു z കയറി വരും. ഓക്കെ, സോ ദിസ് z ഉം ഈ z ഉം അതേപോലെ തന്നെ ഈ z നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. സോ ടി നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി. സോ ബാക്കി എന്താ വരുന്നത്, ബാക്കി ഇവിടെ വരുന്നത് ഫസ്റ്റ് ടേമിൽ ബാക്കി എന്താ വരുന്നത്, ഫസ്റ്റ് ടേമിൽ ബാക്കി വരുന്നത് ഇവിടെ 3/2 ഉണ്ട്, ഇവിടെ ഒരു -3/2 ഉണ്ട്. രണ്ടും കമ്പൈൻ ചെയ്തിട്ട് -9/4 വരും അല്ലെ, -9/4 ഉണ്ട്. പിന്നെന്താ ഉള്ളത് ബാക്കി, f3/2 z ബൈ f1/2 z. സോ f3/2 of z ബൈ f1/2 of z. പിന്നെന്നുള്ളത് ലുക്ക് അറ്റ് ദി സെക്കൻഡ് ടേം. സോ ഈ ടേം കഴിഞ്ഞു കേട്ടോ, സോ ഇത് കഴിഞ്ഞു, ഇതിനുള്ള ആവശ്യമുള്ള നമ്മൾ എടുത്തു. ഇത് ടേം നോക്കാം, ഈ ടേമിൽ എന്തൊക്കെ വെട്ടിപ്പോവും, ഈ ടേമിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും വെട്ടിപ്പോവാനില്ല തോന്നുന്നു അല്ലേ. ദിസ് ടിയും ഈ ടിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻഡ് വേറെ എന്താ, 3/2 സ്ക്വയർ 1/2 5/2 ഇവിടെ കാര്യമായിട്ടൊന്നും പോകാനില്ലല്ലോ. ഓക്കെ, ഈ എന്താ ഇത് ഡോ z ബൈ ഡോ ടി അല്ലേ, ഇത് ഡോ z ബൈ ഡോ ടി f3/2 ബൈ 1/2 അല്ല. ഓക്കെ, അതാണ് പ്രശ്നം, f3/2 ബൈ 1/2 ആണ്. സോ ദിസ് f3/2 z ഉം പിന്നെ സ്ക്വയറിലത്തെ f3/2 z എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാൻസൽ ചെയ്യാം. f1/2 z ഉം f1/2 z നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ബാക്കി എന്താ വരുന്നത്, ഇവിടെ -3/2 ഇവിടെ -3/2 രണ്ടും കൂടിയിട്ട് പ്ലസ് ആവും. സോ പ്ലസ് 9/4 ബാക്കി എന്താ ഉള്ളത്, ഇവിടെ f5/2 f3/2. സോ f5/2 of z ബൈ f3/2 of z പ്ലസ് ഈ ലാസ്റ്റ് ടേം that is 3/2 f5/2 of z by f3/2 of z. ഓക്കെ, കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണത്. സോ നമുക്ക് രണ്ടും ആഡ് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും സെയിം ടേംസ് ആണ്. 5/2 z 5/2 z 3/2 z രണ്ടും ഒരേ ടേംസ് ആണ്. സോ ആഡിങ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടും 15/4 f5/2 of z divided by f3/2 z minus e term minus 9/4 into f3/2 z by f1/2 of z.
ഓക്കെ, ദിസ് ഈസ് സി വി ബൈ എൻ കെ. ഇതാണ് നമുക്ക് കിട്ടുന്നത് സി വി ബൈ എൻ കെ. ഓക്കെ, കുറച്ചൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് സി വി ബൈ എൻ കെയുടെ ഫോം. ഓക്കെ, ഇതാണ് നമുക്ക് സി വി ബൈ എൻ കെ കിട്ടുക ഇൻ ടേംസ് ഓഫ് ഫെർമി ഡിറാക് ഫംഗ്ഷൻ. ഇൻ ടേംസ് ഓഫ് ഫെർമി ഡിറാക് ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഈ ഫെർമി ഡിറാക് ഫംഗ്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് സി വി ബൈ എൻ കെയുടെ ഫോം. ഇക്വേഷൻ നമ്പർ 12 കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 12 കൊടുക്കാം. അപ്പം നമ്മൾ തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ സോൾവ് ചെയ്ത് തരുന്നത്. രണ്ട് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, നമ്മൾ ഇന്റേണൽ എനർജി കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ നമ്മൾ സ്പെസിഫിക് ഹീറ്റും നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഹെൽമോൾസ് ഫ്രീ എനർജിയും അതേപോലെ തന്നെ എൻട്രോപ്പിക്കാണ്, അതൊക്കെ ഈസിലി നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് നെക്സ്റ്റ് തേർഡ് ടേം നമുക്ക് എൻട്രോപ്പിയും അതേപോലെ തന്നെ ഹെൽമോൾസ് ഫ്രീ എനർജി നമുക്ക് കണ്ടുപിടിക്കാം. സോ ആദ്യം ഹെൽമോൾസ് ഫ്രീ എനർജി. ഹെൽമോൾസ് ഫ്രീ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μn മൈനസ് പി വി ആണ്. ഓക്കെ, μn മൈനസ് പി വി ആണ് എന്ത് ഹെൽമോൾസ് ഫ്രീ എനർജി കൊടുക്കാം. സോ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. ഫുഗാസിറ്റി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് മ്യൂ ബൈ കെ ടി ആണ്. രണ്ട് ഭാഗത്ത് ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് സെഡ് ഈസ് ഈക്വൽ ടു റൈറ്റിലത്തെ ലോഗ് പോവും, സോ മൈനസ് മ്യൂ ബൈ കെ ടി. ഓക്കെ, അല്ല that is equal to mu by kt. Okay, mu by kt. Now mu is equal to എന്തിനപ്പോ mu is equal to kt log z വരും. ഓക്കെ, സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, n ഓൾറെഡി അവിടെ ഉണ്ട്, സോ n kt log z മൈനസ് പി വി. പി വി നമുക്ക് എഴുതാൻ പറ്റും, പി വിയുടെ ഇക്വേഷൻ നമ്മൾ മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്യുന്നല്ലോ, പി വി ബൈ എൻ കെ നമ്മൾ ചെയ്തിട്ടില്ലേ, പി വി ബൈ എൻ കെ ചെയ്തിട്ടുണ്ട്. യു അല്ല, പി വി ബൈ എൻ കെ കിട്ടില്ലല്ലോ. യുവിൻ്റെ ഇക്വേഷൻ, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, 3/2 എൻ കെ ടി ഇൻറ്റു എഫ് 5/2 ഓഫ് സെഡ് ബൈ എഫ് 3/2 ഓഫ് സെഡ്. ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു എന്താണ്, പി ഇസ് ഈക്വൽ ടു യു ഇസ് ഈക്വൽ ടു 3/2 പി വി ആണ്. ഓക്കെ, ഓർ പി ഇസ് ഈക്വൽ ടു 2/3 യു ബൈ വി ആണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് പി വി ഇസ് ഈക്വൽ ടു, കാരണം ഇവിടെ 3/2 ഉണ്ട് 3/2 ഉണ്ട്, സോ ഈ ടേം എന്താണ് പി വി ആണ്. പി വി ഇസ് ഈക്വൽ ടു എൻ കെ ടി ഇൻറ്റു എഫ് 5/2 സെഡ് ബൈ എഫ് 3/2 സെഡ് വരും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി എൻ കെ ടി ഇൻറ്റു എഫ് 5/2 സെഡ് ബൈ എഫ് 3/2 സെഡ്. ഓക്കെ, സോ ഒന്ന് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും, എ ഇസ് ഈക്വൽ ടു എൻ കെ ടിനെ പുറത്ത് കൊടുക്കാം, എൻ കെ ടി ഇൻറ്റു ലോഗ് സെഡ് മൈനസ് എഫ് 5/2 സെഡ് ബൈ എഫ് 3/2 ഓഫ് സെഡ്. ഓക്കെ, സോ ദിസ് ഈസ് വാല്യൂ ഫോർ ഹെൽമോൾസ് ഫ്രീ എനർജി. അപ്പോൾ നമുക്ക് കിട്ടി, ഹെൽമോൾസ് ഫ്രീ എനർജി കിട്ടി. സിമിലർ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എൻട്രോപ്പി കണ്ടുപിടിക്കാം. എൻട്രോപ്പി ഈസ് യു മൈനസ് എ ബൈ ടി. യു മൈനസ് എ ബൈ ടി ആണ്. യുവിൻ്റെ വാല്യൂ നമുക്കറിയാം, എയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്യുക, ടിയുടെ ജസ്റ്റ് ടി ആയിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ജസ്റ്റ് യുവിൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുക കേട്ടോ, ഈ ഇക്വേഷൻ കൊടുക്കുക. എയുടെ വാല്യൂ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ കൊടുക്കാം. ആൻഡ് ഡിവൈഡർ ബൈ ടി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, എൻട്രോപ്പി കിട്ടും. ചെയ്തില്ല, ജസ്റ്റ് വെറുതെ സമയം കളയേണ്ട കാര്യം, ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓൺ സോൾവിങ് നമുക്ക് എന്ത് കിട്ടും, എൻ കെ ഇൻറ്റു 5/2 എഫ് 5/2 ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എഫ് 3/2 ഓഫ് സെഡ് മൈനസ് ലോഗ് സെഡ്. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് കിട്ടുന്ന എൻട്രോപ്പി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന എൻട്രോപ്പി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ഐഡിയൽ ഫെർമി ഗ്യാസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് നമ്മൾ ഡിറൈവ് ചെയ്തു. എൻട്രോപ്പി കിട്ടി, ഹെൽമോൾസ് ഫ്രീ എനർജി കിട്ടി, സ്പെസിഫിക് ഹീറ്റ് കിട്ടി, അതേപോലെ തന്നെ ഇന്റേണൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറേ സ്പെഷ്യൽ കേസുകൾ നമുക്ക് കൺസിഡർ ചെയ്യാണ്ട്, കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് കേസുകൾ നമുക്ക് കൺസിഡർ ചെയ്യാണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.